നമസ്കാരം, ടാക്സിക്കാരൻ ബോസിൻ്റെ പുതിയവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മനോഹരമായ ഒരു കുവൈറ്റിലെ മനോഹരമായ ഒരു ബീച്ചിൻ്റെ ദൃശ്യങ്ങളാണ്. ആ ബീച്ചിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്. അതിരാവിലെ ആളുകൾ മോർണിംഗ് വാക്കിന് വരുന്നത്. നമ്മുടെ ഇന്ത്യക്കാരാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവരുടെ എക്സസൈസുകൾ, അതുപോലുള്ള അവരുടെ സ്പോർട്സ് എന്ന് വേണ്ടുന്ന, പിന്നെ അതുപോലെ ഫിഷിങ്, അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല കാഴ്ചകൾ, നല്ല രസമുള്ള കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പം വീഡിയോയിലേക്ക് പോകാം. അതിരാവിലെ തന്നെ റൂം പൂട്ടി പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിലേക്ക് ഓടി കയറിയിട്ട് നേരെ നടന്ന് ചെന്ന് ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം നേരെ ബീച്ചിലേക്ക് അങ്ങ് പോകും. രാത്രിയുടെ നിശബ്ദതയിൽ നിന്നും പകലിലേക്കുള്ള യാത്ര തുടങ്ങാൻ വേണ്ടി കരയിലേക്ക് ആർത്തി ഇരമ്പിയെത്തുന്ന തിരമാലയെ നോക്കി കുറെ നേരം ഞാൻ നടന്നപ്പോൾ ആകാശത്തിന്റെ നീലിമയിൽ പ്രകാശത്തിന്റെ ദ്വന്ദ്വഗോപുരങ്ങൾ ഭേദിച്ച് പുറത്തേക്ക് വരാൻ കാത്തു നിൽക്കുന്നതിന് മുമ്പുള്ള വെളുത്ത കൊട്ടാരത്തിന്റെ ദൃശ്യങ്ങൾ എന്റെ കണ്ണിനെ വല്ലാതെ വിസ്മയിപ്പിച്ചു. വിജനമായ ഈ മനോഹര ബീച്ചിൽ രണ്ടാമതെത്തിയത് കരയിലേക്ക് വന്ന പായൽക്കൂട്ടങ്ങൾ, അവയ്ക്കിടയിൽ നിന്ന് കൂട്ടത്തോടെ ഭക്ഷണം കണ്ടുപിടിച്ച് ഭക്ഷിക്കുന്ന കുറെ പക്ഷിക്കൂട്ടത്തെയാണ്. കടലിന്റെ ഉള്ളിൽ നിന്ന് അവർക്കുള്ള ആഹാരം വന്ന വഴി ആലോചിച്ച് കുറച്ചുനേരം അതിശയത്തോടെ നോക്കി നിന്നുപോയി ഞാൻ. അല്പം കഴിഞ്ഞപ്പോൾ മോർണിംഗ് വാക്കിനായി ആളുകൾ ഒന്നൊന്നായി ബീച്ചിലേക്ക് വരാൻ തുടങ്ങി. ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു പഴയ ബോട്ട് അവിടെ കിടപ്പുണ്ട്. ഇത് പണ്ട് കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന ബോട്ടാണ്. ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല, എല്ലാം ഇപ്പൊ നശിച്ചു വരികയാണ്. അതിനാടെ തന്നെ പുറംകടലിൽ നങ്കൂരം പൊട്ടിക്കുന്ന ഒരു വലിയ കപ്പൽ നമുക്ക് കാണാം. ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി വന്ന് അവിടെ കിടക്കുന്നതാണ്. മനോഹരമായ കടല് രാവിലെ ഇങ്ങനെ ആവാത്തിരമ്പി വരുവാണ് കേട്ടോ. രക്ഷയില്ല, നല്ല ഒളിപ്പം ദൃശ്യങ്ങളാണ് കാണുന്നത്. സൺലൈറ്റ് ഇങ്ങനെ വീണ് വരുമ്പോൾ തന്നെ ആ കടലിൻ്റെ ഒരു എനർജി, കാരണം രാവിലെ ആകുമ്പോൾ കടലങ്ങനെ എനർജി ആവുന്നതാണ് തോന്നുന്നത്. ആളുകളൊക്കെ കുളിക്കാനും ബീച്ചിലൊക്കെ ഇറങ്ങി ഉല്ലസിച്ച് രസിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനോഹരമായ ദൃശ്യങ്ങൾ വീണ്ടുമുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. പെട്ടെന്ന് കടലിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അങ്ങ് ദൂരെ ആരോ മുങ്ങി താഴുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. എന്താണ് സംഭവിച്ചെന്നറിയാതെ എല്ലാവരും അമ്പരന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം സ്വിമ്മിങ് ചെയ്യുകയാണെന്നുള്ള കാര്യം. അല്പനേരം കഴിയുമ്പോൾ തന്നെ ബീച്ച് നിറയെ ആളുകളായി കേട്ടോ. ഈ ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ചകൾ നൽകുകയും അതോടൊപ്പം തന്നെ മനസ്സിന് നല്ല ആനന്ദം നൽകുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ബീച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ പറഞ്ഞാൽ നമുക്കെപ്പോഴും വളരെ കൗതുകം തോന്നുന്ന കാഴ്ച. ഓരോ ദിവസവും വേറിട്ട കാഴ്ചകളാണ്. ഒരു ദിവസവും കാണുന്ന കാഴ്ചകളല്ല, ഒരു ദിവസം കാണുന്ന കാഴ്ചകൾ. അങ്ങനെ വേറിട്ട കാഴ്ചകൾ കാണുന്നതാണ് ബീച്ച് എപ്പോഴും. അപ്പം അങ്ങനെയുള്ളൊരു മനോഹരമായ ഒരു ബീച്ച്
നമുക്ക് കുവൈറ്റുണ്ട്. നമ്മുടെ ടൗണിനോട് അടുത്ത് തന്നെ കിടക്കുന്നൊരു ബീച്ചാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാനൊക്കെ പറ്റിയൊരു ബീച്ചാണ്. അവിടെ ഒരുപാട് ആളുകളൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നതും കുളിക്കുന്നതും അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാം നമുക്ക് കാണാം. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും 2 ടീമായി നിന്നുകൊണ്ട് ഒരുമിച്ച് ബാസ്കറ്റ്ബോൾ കളിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. ബീച്ചിനോട് ചേർന്ന് തന്നെ മനോഹരമായ ഒരു പുൽമേടയുണ്ട്. നടപ്പാതയുടെ സൈഡിൽ തന്നെ നല്ല പുല്ലുകൾ പാവി പുൽമേട തീർത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈത്തപ്പന മരങ്ങളും ഒക്കെ ഇങ്ങനെ നല്ല രസമായി നിൽപ്പുണ്ട് കേട്ടോ. മല്ലു ട്രാവലർ എന്ന വ്ളോഗർ കുവൈറ്റ് വന്നപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് വളരെ സങ്കടമുണ്ട്. കുവൈറ്റിൽ അങ്ങനെ മനോഹരമായ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ പോയി കണ്ടാൽ മാത്രമേ നമുക്കിതെല്ലാം ആസ്വദിക്കാൻ കഴിയൂ. ഇപ്പൊ കുവൈറ്റിൽ ഒന്നുമില്ല എന്ന് പറയുന്നവർക്ക് എപ്പോഴും കുവൈറ്റിന് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് എന്നുള്ള തെളിവാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. എന്റെ ഈ ചാനൽ നിങ്ങൾ നോക്കിയാൽ നിരവധി കുവൈറ്റിന്റെ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കുവൈറ്റിലെ മനോഹരമായ സ്ഥലങ്ങൾ, നല്ല വിനോദസഞ്ചാര മേഖലകളൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം പോയി ഒന്ന് നോക്കുക. ബീച്ചിലെ ചൂടൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് രാവിലെ ഒന്നാമത് ഇപ്പോഴത്തെ ഡിഗ്രി 50 ഡിഗ്രി ചൂടാണ്. അപ്പം സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട്. അപ്പം സബ് ചെയ്യാത്തതുകൊണ്ട് സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതെപ്പോഴും പറയുന്നതെങ്കിലും നിങ്ങളെല്ലാം ചെയ്തു പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇഷ്ടപ്പെടാതെ ഒന്നും ചെയ്യണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവരും ശുഭദിനം.